ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് PNGS റേവ ഡയമണ്ടിന്റെ Q1 റിസൾട്ടിന്റെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെയായിരുന്നു മാനേജ്മെന്റ് കമന്ററി ഫുൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. നല്ല റിസൾട്ട് നമ്പേഴ്സ് ആണ്. നമ്മൾ അവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 122% അവർക്ക് സെയിൽസിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഫുൾ റിസൾട്ട് നോക്കിയാൽ 120% സെയിൽസ് ഗ്രോത്ത്, അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 265% അവർക്ക് പ്രോഫിറ്റിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് നമ്പേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താ പറയുക, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. സ്റ്റഡി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. കാരണം ഇത് വളരെ ചെറിയൊരു സ്റ്റോക്കാണ്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ തന്നെ ഏകദേശം 1300 കോടി 1400 കോടിക്കിടയ്ക്ക് മാത്രമാണ് അവർക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ചെറിയൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ആ ഒരു ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമ്മൾ ഇവരുടെ റിസൾട്ടിന്റെ നമ്പേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല നമ്പേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിലെ നമ്പേഴ്സിൽ പ്രത്യേകിച്ച് മാനേജ്മെന്റ് കമന്ററി കേൾക്കുന്ന സമയത്ത് അവർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ സംസാരിച്ച സമയത്ത്, ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് ഈ ഒരു വർഷമാണ്. കാരണം ഈ ഒരു വർഷമാണ് അവരുടെ IPO കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതിനുശേഷം നോക്കിയാൽ നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ഇതിനെപ്പറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കാനും പിന്നെ നമ്മൾ ഈ രണ്ട് വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞാൽ 3 വീഡിയോ ആണ് അതിന്റെ ഓർമ്മ. പിന്നെ അതുപോലെ നമ്മൾ Q4ന്റെ റിസൾട്ട്, അതുപോലെ തന്നെ Q1ന്റെ റിസൾട്ടിന്റെ അപ്ഡേറ്റ്, പിന്നെ ഈ ഒരു ഫുൾ റിസൾട്ടിന്റെ കാര്യം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ സംസാരിച്ച സമയത്ത് നമ്മൾ അവരുടെ ഗ്രോത്ത് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഏകദേശം ഒരു 30% മുകളിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് അവർ SSSG ആയിട്ട്, അതായത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത്, ഓൾറെഡി ഉള്ള സ്റ്റോറുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്തിരുന്നത് 25-30% അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവർ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പുതിയ ഷോറൂംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഉള്ളത് ഏകദേശം 33-34 ഷോറൂംസ് ആണ് ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഷോപ്പാണ്. ഓൾറെഡി ഇവരുടെ പേരന്റ് കമ്പനി ആയിട്ടുള്ള PN ഗാഡ്ഗിൽ ആൻഡ് സൺസ് എന്ന് പറയുന്ന ആ ബ്രാൻഡിന്റെ അവരുടെ ഷോറൂംസിന്റെ ഉള്ളിൽ ഷോപ്പായിട്ടാണ് ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ IPOയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് പുതിയതായിട്ട് EBOs എന്ന് പറയും, എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്, അതായത് ഇവരുടേതായിട്ടുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ മാളിലൊക്കെ വരുന്ന പോലത്തെ ചെറിയ ജ്വല്ലറി ഷോപ്പുകൾ. ആ രീതിയിലുള്ള ഷോപ്പുകൾ ഇവർ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ IPOയിൽ വന്നത്. അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 15 ഷോറൂംസോളം ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യം ഈ 2 വർഷത്തിൽ IPO നടന്നതിന് ശേഷമുള്ള 2 വർഷമാണ് അവർ പറയുന്നത്. അതിൽ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 6-7 ഷോറൂംസ് ആണ് ഈ ഒരു വർഷം എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലെ മാനേജ്മെന്റ് കമന്ററിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് 9 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നോക്കിയാൽ അവരുടെ ഗൈഡൻസ് വീണ്ടും കൂടുന്നതായിട്ട് അവിടെ കാണുന്നത്. 9 ഷോറൂംസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള 33-34 ഷോറൂംസിന് മുകളിൽ എക്സ്ട്രാ 9 ഷോറൂംസ് വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25-30% ഒക്കെ ഗ്രോത്ത് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ ഇവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡയമണ്ട് ജ്വല്ലറിയാണ് ഇവർ മെയിനായിട്ട് മേക്ക് ചെയ്യുക, അതേപോലെ തന്നെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയമണ്ടിലും അതേപോലെ തന്നെ ഡയമണ്ട് ജ്വല്ലറി കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞ ഗോൾഡും കൂടി യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഒരു 40-50% ഗോൾഡും അതിനകത്ത് വരുന്നുണ്ട് ഇവരുടെ ജ്വല്ലറി. ഗോൾഡിന്റെ പ്രൈസ് ഹൈക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടാതെ തന്നെ ഈ ഗോൾഡിന്റെ അല്ലെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഹൈക്ക് ഇവരെ ഈ പറഞ്ഞ പോലെ ഗ്രോത്തിനെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ SSSGയിൽ ഒരു 25-30% ഗ്രോത്ത്, അതുപോലെ തന്നെ ഷോറൂം എക്സ്പാൻഷനിൽ ഒരു 25-30% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാല്യൂ ഗ്രോത്ത്, ഈ പറഞ്ഞ പ്രൈസിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഹൈക്ക്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായാലും മാനേജ്മെന്റ് 25-30% ഗ്രോത്ത് എക്സ്പെക്ട് പറഞ്ഞാലും നമുക്കൊരു 40% മുകളിലൊക്കെ ഗ്രോത്ത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഏകദേശം 30% മുകളിലുള്ള ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അവർ 120% മുകളിൽ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഈ ഒരു വർഷം മാനേജ്മെന്റ് ഗൈഡ് ചെയ്ത പോലെ തന്നെ അവർ പെർഫോം ചെയ്താൽ പോലും നമുക്ക് ഈസി ആയിട്ട് 40% മുകളിലൊക്കെ എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഗൈഡൻസ് കാര്യങ്ങളല്ല അവർ കൂട്ടിയേക്കുന്നത്. ഓൾറെഡി ഷോറൂമിന്റെ എക്സ്പാൻഷന്റെ കാര്യം ഒരു 15 ഷോറൂംസ് 2 വർഷത്തിൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞത്. എന്നാൽ പോലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞ് മുകളിലാണ്. ഇപ്പോൾ 9 ഷോറൂംസ് ഈ ഒരു വർഷം ഓപ്പൺ ചെയ്യുമെന്ന് പറയും. അതിനകത്ത് 3 ഷോറൂംസ് ഓൾറെഡി അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിനേക്കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ഗൈഡൻസ് കൂട്ടി എന്ന് പറയുന്ന കാര്യം അവരുടെ മാർജിൻസിലുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നമ്മൾ റിസൾട്ട് സംസാരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മാസം മുമ്പാണ് നമ്മൾ ആ റിസൾട്ടിനെ പറ്റി സംസാരിച്ചിരുന്നത്. ആ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 14.7%. അവിടുന്ന് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ റിസൾട്ടിൽ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 23% പാറ്റ് മാർജിൻ കൂടിയിട്ടുണ്ട്. മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ മാനേജ്മെന്റ് പാറ്റിൽ ഗൈഡ് ചെയ്യുന്നത് ഏകദേശം 20-23% മാർജിനാണ് ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എബിറ്റ മാർജിൻ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഈ സെയിം ക്വാർട്ടറിൽ 22% എബിറ്റ മാർജിൻ ഉണ്ടായിരുന്നത്. ഫുൾ ഇയറിൽ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയായിരുന്നു അവർക്ക് എബിറ്റ മാർജിൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ 29% അവരുടെ എബിറ്റ മാർജിൻ എന്ന് പറഞ്ഞാൽ മാർജിനൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ജമ്പാണ് മാർജിനൽ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ നോർമൽ ആയിട്ടുള്ള റീറ്റെയിൽ ജ്വല്ലറികൾ നോക്കിയാൽ കല്യാൺ ജ്വല്ലേഴ്സോ PN ഗാഡ്ഗിലോ ഒക്കെ നോക്കിയാൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 4%, 5% ഒക്കെയാണ്. അതായത് 100 രൂപയുടെ റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ 4-5 രൂപയാണ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതേസമയത്ത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 20% മുകളിലാണ് അവരുടെ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത്. 100 രൂപയുടെ സെയിൽസ് ചെയ്യുമ്പോൾ 20 രൂപയോളം അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് മാറ്റാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 14-15% മാത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കണം.
അവിടുന്ന് വലിയൊരു ജമ്പാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ 23% ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം അവർക്ക് IPO ഫണ്ട് എന്നുള്ള ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് FD ഇട്ടിരിക്കുക. അതിൽ നിന്ന് ഇവർക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4-5 കോടി രൂപയോളം വന്നിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. അത് ഒഴിവാക്കിയാൽ പോലും ഏകദേശം 19% അവർക്ക് ഈ പറഞ്ഞ പാറ്റ് മാർജിനും കാര്യങ്ങളും വരുന്നുണ്ട്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 20-23% പാറ്റ് മാർജിനാണ്. അത് നോക്കുമ്പോൾ നല്ല നമ്പേഴ്സാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ഗൈഡൻസ് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ ഇവരുടെ പ്രോഫിറ്റ് ഒക്കെ വെച്ചില്ല, ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങൾ 30-35% എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അതിന് മുകളിൽ ഏകദേശം ഒരു 14.7%, അതായത് 15%-അടുത്ത് പാറ്റ് മാർജിൻ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം ഒരു 88-89 കോടിയാണ് അവർ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അവിടുന്ന് ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് വരുന്ന സമയത്ത് മാനേജ്മെന്റ് തന്നെ പറയുകയാണ് 20% മുകളിൽ അവർക്ക് പാറ്റ് മാർജിൻ വരും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്വാർട്ടറിലെ പെർഫോമൻസും മാനേജ്മെന്റ് ഓൾറെഡി ഉള്ള ഗൈഡൻസ് ഒക്കെ വെച്ചിട്ട് 40% മുകളിലുള്ള ഗ്രോത്ത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു 40% ഗ്രോത്ത് കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഈ ഒരു വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ ഏകദേശം ഒരു 600-610-620 കോടിയോളം അവർ ഈ ഒരു വർഷം മിനിമം ഒരു റവന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു 20%, അതായത് ഏറ്റവും കുറവ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തതിന്റെ കുറവ് നമ്മൾ എടുത്താൽ പോലും 20% എടുത്താൽ പോലും അവർക്ക് ഏകദേശം ഒരു 120 കോടിയെങ്കിലും ഈ ഒരു വർഷം അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു അപ്പർ എൻഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് മാനേജ്മെന്റ് പറയുന്നത് വെച്ചെങ്കിൽ 40% അല്ല അതിന് മുകളിലൊക്കെ ഇവർക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ പാറ്റ് മാർജിന്റെ ഗൈഡ് എന്ന് പറഞ്ഞാൽ 23% ഗൈഡൻസ് തന്നിരിക്കുന്നത്, 20-23%. ആ 23% എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 140 കോടിക്കൊക്കെ മുകളിലേക്ക് പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷം. നമ്മളൊരു അപ്പർ എൻഡ് എടുക്കുന്ന അത്ര നല്ല കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ ആ ഒരു രീതിയിൽ മാനേജ്മെന്റ് 20-23% പറയുന്നത് നമ്മൾ ഏറ്റവും കുറവുള്ള എടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നിൽക്കാൻ അത് തന്നെയാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 120 കോടിയുടെ പ്രോഫിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ 2.5 മാസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ അവരുടെ PE റേഷ്യോ ഒക്കെ നോക്കിയാൽ ആ സമയത്ത് അവരുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 19 അവരുടെ PE റേഷ്യോ. അത് വെച്ചിട്ട് നമ്മൾ അവരുടെ ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 80-88 കോടിയോളം അവരുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് PE ആയിട്ട് വന്നത് 13-14 ഫോർവേഡ് PE. അപ്പം 19 നോർമൽ PE ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത വർഷത്തെ PE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 13-14 ഫോർവേഡ് PE ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് സ്റ്റോക്കിന് നമ്മൾ സംസാരിച്ചിടത്തൊന്നും സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം ഒരു 15% സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് കാണേണ്ടത്, PE റേഷ്യോ കൂടുന്നതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേന് സ്റ്റോക്കിന്റെ പ്രൈസ് 15% കൂടിയിട്ടും അവരുടെ ഇപ്പോഴത്തെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 16 ഇപ്പോഴത്തെ PE റേഷ്യോ. അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഈ 15% സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതിന് മുമ്പ് നോക്കുമ്പോഴും 19 അവർക്ക് PE ഉണ്ടായിരുന്നത്. ആ PE റേഷ്യോ കുറയാനുള്ള കാര്യം എന്താണ്, ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടാണ്. ഈ ഒരു ക്വാർട്ടറിൽ ഞാൻ പറയില്ല 265% അവരുടെ പാർട്ടിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടിൽ ഗ്രോത്ത് വരുന്ന സമയത്ത് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ അവരുടെ പ്രോഫിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ PE റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കൂടി, അതായത് പ്രൈസ് കൂടി, പക്ഷേ സെയിം ടൈമിൽ അവരുടെ പ്രോഫിറ്റ് അതുപോലെ തന്നെ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോഴത്തേന് മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ PE റേഷ്യോ 16 കുറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ പോലെ 120 കോടി അവർ ഈ ഒരു വർഷം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു സിനാരിയിലാണ് അവർ 120 കോടി ജനറേറ്റ് ചെയ്യാൻ സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11-12 PE സ്റ്റോക്ക് അവൈലബിൾ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാനേജ്മെന്റ് പറഞ്ഞ പോലെ അതിന്റെ ഒരു ടോപ്പ് എൻഡിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് 23% പ്രോഫിറ്റ് മാർജിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10 PE താഴെ അവൈലബിൾ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് വളരെ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. കാരണം ഈ സ്റ്റോക്കിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റണം. കാരണം അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതല്ലാതെ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു മണ്ടൻ തീരുമാനമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാവുള്ളൂ. എന്തായാലും സ്റ്റോക്കിന്റെ റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല നമ്പേഴ്സാണ് കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് നോക്കി കഴിഞ്ഞാൽ SSSG ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 50% മുകളിൽ അവർക്ക് SSSG വന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി ഉള്ള ഷോറൂംസിൽ നിന്നുള്ള ഗ്രോത്ത് 50% മുകളിൽ ആ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വോളിയം ഗ്രോത്ത് നോക്കിയാൽ അവർ ഡയമണ്ട് ജ്വല്ലറി എന്ന് പറഞ്ഞില്ല, വോളിയം ഗ്രോത്തിലും ഏകദേശം 50% മുകളിൽ ഇവരുടെ ഗ്രോത്തിലും വോളിയത്തിലാണ് ഗ്രോത്ത് വന്നേക്കുന്നത്. നല്ല രീതിയിൽ ഇവർക്ക് ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ സെല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കൂട്ടിയതോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഗോൾഡ് ബൈങ് കാര്യങ്ങളൊക്കെ കുറക്കണം എന്നുള്ള കാര്യം. സോ അതൊന്നും ഇവരെ യാതൊരു രീതിയിൽ അഫക്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഗോൾഡ് ബൈങ് ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ സമയത്ത് ആൾക്കാർ അത് കുറച്ചിട്ടുള്ളത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗോൾഡ് ബാർ ഗോൾഡ് കോയിനൊക്കെ അത് ബൈ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള അവരുടെ ഈ പറഞ്ഞ ബൈങ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു. എല്ലാ മാനേജ്മെന്റും ആ ഒരു രീതി തന്നെയാണ് പറഞ്ഞത്. കാരണം കൂടുതലായിട്ട് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നോക്കുന്ന ആൾക്കാരുടെ അതിന്റെ ഒരു ബൈങ് കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഡയമണ്ട് ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു രീതിയിലൊന്നും അഫക്ട് ചെയ്യില്ല. കാരണം പ്രത്യേകിച്ച് ആൾക്കാർ ഇതൊരു ഇൻവെസ്റ്റ്മെന്റിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഡെയിലി വെയറിനോ അല്ലെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടി വെയർ ചെയ്യുന്നോ ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാർ അതിന് വേണ്ടിയാണല്ലോ ഇത് ബൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ആ ഒരു കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്തിട്ടില്ല, ഒരു രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല. കാരണം അവർ നമ്മുടെ റിസൾട്ടിലെ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ 120% മുകളിൽ അവർക്ക് റവന്യൂവിൽ ഗ്രോത്ത് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും അവരുടെ മാർജിൻസിനൊക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആണെന്നാണ് നമ്മളവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ അതൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവരുടെ ഒരു H2 എന്ന് പറയുന്ന H1 കഴിഞ്ഞ് ബെറ്റർ ആയിരിക്കും. അതായത് Q1 Q2 കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള ക്വാർട്ടർ ആയിരിക്കും ഇവരുടെ Q3 Q4.
അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണോ അല്ലെങ്കിൽ കല്യാണങ്ങളും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നടക്കുന്നത് ഈ പറഞ്ഞ Q3യിലും Q4ലും ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും H2 എന്ന് പറയുന്ന കാര്യം ഇവർ H1 കഴിഞ്ഞ് ബെറ്റർ ആയിരിക്കും. അത് ജ്വല്ലറി സ്റ്റോക്കുകളിലെല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ക്വാർട്ടറിൽ തന്നെ ഇവർ ഈ നമ്പേഴ്സ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എന്തായാലും ഈ പറഞ്ഞ 40% മുകളിലൊക്കെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ സുഖമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ വരേണ്ട ഒരു ഗ്രോത്ത് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് കണ്ടതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള ഡീലായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് വാല്യൂഷൻസിന്റെ കാര്യങ്ങൾ നോക്കിയാൽ പോലും നല്ല വാല്യൂഷൻസിൽ അവൈലബിൾ ആണ്. പെഗ് റേഷ്യോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് 0.3 താഴെയായിട്ടാണ് ഇവരുടെ പെഗ് റേഷ്യോ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ല റിസൾട്ട് നമ്പേഴ്സ് ആണ് PNGS റേവ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ PN കാർഡിലിന്റെ ഫുൾ റിസൾട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ കല്യാണ റിസൾട്ടോടെ വന്നതിന് ശേഷം മാനേജ്മെന്റ് കമ്മിറ്റിയോട് കേട്ടതിന് ശേഷം നമുക്ക് PN കാർഡിൽ കാര്യങ്ങൾ ആ ജ്വല്ലറി സ്റ്റോക്കുകളെല്ലാം അവിടെ നമുക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്യാം. ഈ പറഞ്ഞ PNGS റേവനെ നമ്മൾ ബാക്കിയുള്ള ജ്വല്ലറി സ്റ്റോക്കുമായിട്ട് പ്രത്യേകിച്ച് കല്യാണമായിട്ടോ PN കാർഡിലായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവർ ഡയമണ്ട് ജ്വല്ലറിയാണ് ഇവർ സെല് ചെയ്യുന്നത്. ഡയമണ്ട് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കല്യാൺ ജ്വല്ലേഴ്സുമായിട്ടോ അല്ല ആ കമ്പനികളായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇവരെ കമ്പയർ ചെയ്യരുത്. കാരണം ഇവരുടെ ബിസിനസ്സേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് PNGS റേവനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.